വീണ്ടും ഒരു താരവിവാഹം കൂടി. നടിയും അവതാരകയുമായ ഡയാന ഹമീദ് വിവാഹിതയായി. നടനും അവതാരകനുമായ അമീൻ ആണ് ഡയാനയുടെ വരൻ. കൊച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും നിക്കാഹ് നടന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ പരിചിതമായ മുഖമാണ് ഡയാന ഹമീദിന്റേത്. അതേസമയം തങ്ങളുടേത് പ്രണയവിവാഹമല്ലെന്ന് ഡയാനയും അമീനും നിക്കാഹിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ടെലിവിഷൻ ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളുമാകുന്നതും. പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നടത്തുന്നതെന്നും ഡയാന പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉദ്ദേശിച്ച് നടത്തിയൊരു ചടങ്ങായിരുന്നു. അമീൻ ആർട്ടിസ്റ്റാണ്. നടനും അവതാരകനുമാണ്. സൂര്യ ടിവിയിൽ സീരിയലുകൾ ചെയ്തിരുന്നു. സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. സൂര്യ കോമഡിയിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. എഞ്ചിനീയർ ആണ്. മലപ്പുറം എടപ്പാളാണ് അമീന്റെ സ്ഥലം എന്നും ഡയാന പറയുന്നുണ്ട്. ഒരേ ഷോയിൽ വന്നവർ ആയതിനാൽ സ്വാഭാവികമായും എല്ലാവരും ഊഹിക്കുക ലവ് മാരേജ് ആണെന്നാകും. അതിനാലാണ് ആദ്യമേ അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞതെന്നും താരങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും സുഹൃത്തായ ആതിരയാണ് രണ്ട് കുടുംബത്തിനും സംസാരിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നതെന്ന് അമീൻ പറയുന്നുണ്ട്. നിക്കാഹ് ആയിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി അമീനിന്റെ നാട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അതിന് കുറെ മാസങ്ങളുടെ താമസമുണ്ടാകും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും. സഹോദരനും കുടുംബവും വിദേശത്താണ്. അവർ വരേണ്ടതുണ്ടെന്നും താരങ്ങൾ പറയുന്നു. അതേസമയം വിവാഹശേഷം അഭിനയത്തിൽ ആക്റ്റീവായി തന്നെ തുടരുമെന്നാണ് ഡയാന പറയുന്നത്. സിനിമകൾ റിലീസാകുന്നുണ്ട്. അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോ ചെയ്യുന്നുണ്ടെന്നും താരം പറയുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഡയാന. അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് താരം. സ്റ്റാർ മാജിക്കിലും ഡയാന ഭാഗമായിരുന്നു. ദ ഗാംബ്ലർ എന്ന സിനിമയിലൂടെയാണ് ഡയാന സിനിമയിലെത്തുന്നത്. പിന്നീട് യുവം, വീഗം, പാപ്പൻ, മകൾ, ടർക്കിഷ് തർക്കം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ഈ അടുത്തിറങ്ങിയ സോൾ സ്റ്റോറീസ് എന്ന വെബ് സീരീസിലെ ഡയാനയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു. ഒരുമ്പെട്ടവൻ ആണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.